ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കാരുണ്യ വഴി ശുശ്രൂഷയുടെ 23-ാമത്തെ ദിവസത്തിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കരുണക്കൊന്ത നിങ്ങൾ ചൊല്ലുന്നുണ്ട്, അത് കൂടുതൽ തീക്ഷ്ണതയോടെ ആകണം. ഇടയ്ക്ക് ചില കാര്യങ്ങൾക്ക് നമ്മളിങ്ങനെ സ്ഥിരം ചെയ്ത് കഴിയുമ്പോൾ ഒരു മടുപ്പ് വരാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമാണ്, മനുഷ്യരല്ലേ, അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് കുറച്ചുകൂടെ തീക്ഷ്ണതയോടെ ഇടയ്ക്ക് നമ്മൾ ഒന്നുകൂടെ മുറുക്കണം. അപ്പോൾ കരുണക്കൊന്ത ദിവസേന പരമാവധി ചെല്ലുന്നത് നല്ലതാണ്. നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജോലി ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ ഇടയ്ക്കും നമുക്ക് പറ്റുന്നത് പോലെ ഇത് പ്രാർത്ഥിച്ച് അത് സമർപ്പിക്കാൻ ഷാലോമിൻ്റെ ഓഫീസിൽ ആ നമ്പർ, അത് നിങ്ങളുടെ എത്ര എണ്ണം ചെല്ലിയെന്നുള്ളത് സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, നമ്മൾ ഈ കാരുണ്യ വഴിയുടെ ഭാഗമായിട്ട് വെച്ചിരുന്നത് കഴിവുള്ളിടത്തോളം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്നുള്ളതായിരുന്നു. അത് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നിയോഗങ്ങളെ കർത്താവിൻ്റെ ബലിപീഠത്തിൽ സമർപ്പിച്ചു വേണം ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈശോയുടെ പീഠാനുഭവ രംഗങ്ങളിൽ തമ്പുരാൻ്റെ നാവിൽ നിന്ന് വീണ ആ 7 തിരുവാക്യങ്ങളിൽ നമ്മളെ ഏറ്റവും ഞെട്ടിച്ച് കളയുന്ന വാക്യം, ഏറ്റവും ഞെട്ടിച്ച് കളയുന്ന വാക്യം ഏതായിരിക്കും? നിങ്ങൾക്ക് പറഞ്ഞു നോക്കാം. 7 വാക്യങ്ങൾ അവൻ പറഞ്ഞു. അതിലേറ്റവും നമ്മളെ നമ്മളങ്ങ് ഷോക്ക്ഡായി പോകുന്ന വാക്യം, അതൊരു സംശയമില്ല, ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാം വാക്യമാണ്. ലൂക്ക 23:34. ഈശോ പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. ഇതെങ്ങനെയാണ് കർത്താവിന് കഴിഞ്ഞതെന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്ന കാര്യം. ഇതെങ്ങനെ കഴിയും? അവനൊരു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. പക്ഷെ അവൻ പൂർണ്ണ മനുഷ്യനുമാണ്. ആ മുഴുവൻ വേദനയും അവൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു വേദന പോലും മിസ്സായിട്ടില്ല. ആ വേദന, അതിലൊരു ചെറു തരി വേദന പോലും അവൻ അർഹതപ്പെട്ടതല്ലതാനും. അവനൊരു പിഴവ് പറ്റിയിട്ടോ അവൻ്റെ ഭാഗത്തുനിന്നൊരു തെറ്റ് പറ്റിയിട്ടോ വന്ന വേദനയല്ലത്. വിക്കാരിയസ് സഫറിങ് ആണ്, പകരക്കാരനായി ഏറ്റെടുത്ത സഹനമാണ്. എന്നിട്ടാണ് അവൻ പറയുന്നത്, അവരോട് ക്ഷമിക്കണേ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് അതിന് കാരണം പറയുന്നത്, ദേ ആർ ഇഗ്നറൻറ്റ്, അവരറിയുന്നില്ല അവരെന്താണ് ചെയ്യുന്നതെന്ന്. ആ കാഴ്ചപ്പാടാണ് ക്ഷമിക്കാൻ നമുക്കും നല്ലത്. നമ്മളോട് ദ്രോഹം ചെയ്തവരോട്, പ്രത്യേകിച്ച് കാരണമില്ലാത്ത പീഡകൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചവരോട് നമുക്കെടുക്കാവുന്ന ഏറ്റവും നല്ല നിലപാട് അറിവില്ലായ്മ കൊണ്ടാണ് എന്നങ്ങ് വിചാരിച്ചാൽ പിന്നെ പോട്ടെന്ന് വെക്കാം. അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ ഉടനെ നമ്മൾ ചിന്തിക്കും, ഈ കയ്യിലോട്ട് ഇരുമ്പാണി അടിച്ച് കയറ്റിയവൻ, ഈ കാൽപാദത്തിലോട്ട് ഇരുമ്പാണി അടിച്ച് കയറ്റിയവൻ, ഈശോയെ ഈ മരക്കുരിശെ തൂക്കിയിട്ടവൻ, അവൻ അറിവില്ലായ്മ കൊണ്ടാണ് ഇത് ചെയ്തത്, അവൻ അറിയാൻ മേലെ എന്താ ചെയ്യുന്നതെന്നുള്ളത്. അതിന് വേറൊരു മാനമുണ്ട്. നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ, ഇവർ കുരിശേൽ തറയ്ക്കുന്ന ആദ്യത്തെ ആളല്ല ഈശോ. നമുക്കാണ് ഇത് ഭയങ്കര ഫ്രൈറ്റനിങ് എക്സ്പീരിയൻസ്. നമ്മൾ കുരിശേൽ മരിക്കുന്ന ആദ്യത്തെ ആളെ കണ്ടത് ഈശോയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഈ റോമൻ പടയാളികൾ ഇതിവരുടെ സ്ഥിരം പരിപാടിയാണ്, അവരുടെ ശിക്ഷാരീതിയാണിത്. ആദ്യം ഒരാളെ കുരിശേൽ തറച്ച് കൊന്നപ്പോൾ ഇവരൊന്ന് അറച്ചു പോയി കാണും, ഇവരൊന്ന് വിറച്ച് കാണും, ഒന്ന് പേടിച്ച് കാണും. പിന്നെ ഇത് ശീലമായി ഇതവർക്കൊരു തമാശയായി, ഇതൊരു കളിയായി മാറി. അതുകൊണ്ടാണ് അത്ര ലാഘവത്തോടെ ഇവരിൽ ആർക്കാ ഈശോയോട് വ്യക്തിപരമായിട്ട് വൈരാഗ്യമുള്ളത്? ഈ റോമൻ സൈന്യത്തിനെ. യഹൂദർക്ക് പിന്നെ മനസ്സിലാക്കാം, പ്രധാന പുരോഹിതന്മാർക്ക് മനസ്സിലാക്കാം, ഫരിസയർക്ക് മനസ്സിലാക്കാം. ഈ റോമൻ പടയാളികൾക്ക് എന്തിനാ ഈശോയോട് വിരോധം? അവർക്കൊരു വിരോധമൊന്നുമില്ല, ഇതവർക്കൊരു ആഘോഷമാക്കി മാറ്റിയവർ. അങ്ങനത്തെ മനുഷ്യനുണ്ട് നമ്മുടെയൊക്കെ ചുറ്റും. എന്ന് വെച്ചാൽ ചെയ്ത് മനസാക്ഷി നശിച്ചു പോയിട്ട് തിന്മ ആഘോഷമാക്കി കളഞ്ഞു അവരോട് നമ്മൾ അല്പം കരുണ കാണിക്കുകയും മാർഗമുള്ളൂ. കാരണം അവരുടെ മനസാക്ഷി തോന്നുന്നില്ല ഈ കാണിക്കുന്നത് തെറ്റാണെന്നോ വൃത്തികേടാണെന്നോ തോന്നുന്നില്ല അവർക്ക്. അതുകൊണ്ടാണ് അവൻ്റെ മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു, അവൻ്റെ വസ്ത്രം അവർ 4 കീറി എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ്? ആദ്യമായിട്ട് കുരിശ് തറയ്ക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതവരുടെ സ്ഥിരം പരിപാടിയാണ്, കലാപരിപാടിയാണ്.
കുരിശെ കൊല്ലുന്നവൻ്റെ വസ്ത്രം ഉരിഞ്ഞെടുത്ത് അതെടുത്തുകൊണ്ട് പോകുന്നത്, അവൻ്റെ മേലങ്കി കീറിയെടുത്തുകൊണ്ട് പോകുന്നത്. ഈശോയുടെ കാര്യത്തിൽ അത് തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായതുകൊണ്ട് കീറാൻ പറ്റിയില്ല, അതിൽ കീറിക്കൊണ്ട് പോയേനെ. അത് ആ ഒരു മൂഡിലാണ് ഇവരിത് ചെയ്യുന്നതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ സീരിയൽ നിന്ന് അല്പം ഒന്ന് പുറത്തോട്ടിറങ്ങി നിന്ന് ഇതിനെ അപ്പോൾ ഈശോ അതാ മനസ്സിലാക്കുന്നത്. അതാണ് ഈശോയുടെ മെച്ചം. ഈശോ മനസ്സിലാക്കുന്നത് എൻ്റെ കർത്താവേ, എൻ്റെ അപ്പ വിവരക്കേട് കൊണ്ട് ചെയ്തു പോകുന്നതാണ്. ഇവരറിയുന്നില്ല ഇവർ ചെയ്യുന്ന എന്തെന്ന്. അല്ലെങ്കിൽ തന്നെ നോർത്ത് നോക്കിക്കേ, ഇവരേറ്റവും ഈ തീരുമാനത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളാണ്. ഈശോയെ കുരിശിൽ തറയ്ക്കാൻ എടുത്ത തീരുമാനത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാരാണ് ഈ പടയാളികൾ. അവർ ജസ്റ്റ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. അവരുടെ ഉത്തരവാദിത്വത്തിലല്ല നിൽക്കുന്നത് ഈ കാര്യങ്ങളൊന്നും. അവരോട് പറഞ്ഞ പണി അവർ ചെയ്തതേ ഉള്ളൂ. അവരുടെ അധികാരി പറഞ്ഞ പണി അവർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അവരെ നമ്മൾ കുറ്റം കൊണ്ടെന്ന കാര്യമുള്ളേ. നമുക്ക് കലിപ്പൊക്കെ തോന്നും. നമുക്ക് ഇവന്മാരോട് ദേഷ്യം, ഞങ്ങളുടെ ഈശോയുടെ കയ്യിൽ നീ ആണി അടിച്ചല്ലേ, ഞങ്ങളുടെ ഈശോയെ നീ കുരിശെ തറച്ചല്ലേ, നമുക്ക് ഇവന്മാരുടെ ദേഷ്യം. ഈശോയ്ക്ക് അറിയാം ഇതുങ്ങൾ വിവരക്കേട് കൊണ്ട് പറ്റിപ്പോകുന്നതാണ്, അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോകുന്നതാണ്. അതുകൊണ്ട് പിതാവേ അവരോട് ക്ഷമിച്ചേക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ തക്കവിധം വിശാല മനസ്സ് കർത്താവ് തമ്പുരാന് ഉണ്ട് എന്ന് തിരിച്ചറിയണം. നമ്മൾ പഠിക്കേണ്ടത് അത് കണ്ടിട്ടാണ്. നമ്മൾ ഈശോയുടെ ആ മനസ്സ് കണ്ടു വേണം പഠിക്കാൻ. ഒപ്പം ഈ ക്ഷമിക്കാൻ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം പറയട്ടെ. എവരി കൾപ്രിറ്റ് ഈസ് എ വിക്റ്റിം. ഇതെപ്പോഴും ഓർത്ത് വെച്ചേക്കണേ. നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനൊക്കെ കടപ്പില്ലേ? ഉണ്ടല്ലോ, നമുക്കൊക്കെ ഉണ്ട്. ആരോടൊക്കെയോ ക്ഷമിക്കാൻ കടപ്പുണ്ട്. ആ സിറ്റുവേഷൻ ഒന്ന് ഓർത്തെടുത്തിട്ട് നമ്മൾ പറയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എവരി കൾപ്രിറ്റ് ഈസ് എ വിക്റ്റിം. എല്ലാ കുറ്റവാളിയും അതിനു മുമ്പ് മറ്റെന്തിൻ്റെയോ ഇരയായിട്ടുണ്ട്. എല്ലാ കുറ്റവാളിയും. ഇന്ന് നമ്മൾ ദ്രോഹി എന്ന് പറയുന്ന, ഇന്ന് അകൃത്യം ചെയ്യുന്നവൻ, ഇന്ന് അധർമ്മം ജീവിക്കുന്നവൻ, അവൻ ഇപ്പോൾ നമ്മുടെ കണ്ണിൽ കുറ്റവാളിയാണ്. പക്ഷെ ഇതിനു മുമ്പ് അവൻ മറ്റാരുടെയോ അകൃത്യത്തിൻ്റെ ഇരയായിട്ട് മാറിയിട്ടുണ്ട്. ആ ഇരയാണ് പിന്നീട് കൾപ്രിറ്റായിട്ട്, ആ വിക്റ്റിമാണ് പിന്നീട് കൾപ്രിറ്റായിട്ട്, കുറ്റവാളിയായിട്ട് മാറിയത്. ഇപ്പം നമ്മളാരാ? ഇപ്പം നമ്മൾ വേറൊരാളുടെ അകൃത്യത്തിൻ്റെ ഇരയാണ്. അത് തിരിച്ചറിഞ്ഞ് ഇരയാണ്. ഇരയ്ക്ക് എപ്പോഴും ഒരു സാധ്യതയുണ്ട്. എന്തിന്? കുറ്റവാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇരയാണെന്നുള്ള കാര്യത്തെ ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ലെങ്കിൽ നമ്മളിലും ഒരു കുറ്റവാളി രൂപപ്പെടും. നമ്മളും ആർക്കൊക്കെയോ ദ്രോഹം ചെയ്യും. അതുകൊണ്ട് ഇരയാകുന്ന കുറ്റവാളിയാകുന്ന, കുറ്റവാളിയാകുന്ന ഇരയാകുന്ന ഈ ചങ്ങലയുണ്ടല്ലോ, ഈ ചങ്ങല നമ്മളായിട്ട് കണ്ണിമുറിച്ചില്ലെങ്കിൽ ഇനിയും ഇത് മുന്നോട്ട് പോകും. അതുകൊണ്ട് ക്ഷമിക്കാൻ ബാക്കിയുള്ളവരോട് ക്ഷമിക്കണം. ക്ഷമിക്കാൻ ബാക്കിയുള്ളവരോട് ക്ഷമിക്കണം. ഇപ്പം നമ്മളിങ്ങനെ വഴി കൂടെ പോകുമ്പോൾ നമ്മളെന്തോ ചോദിച്ചു പറഞ്ഞു, ഒരുത്തൻ കാരണമില്ലാതെ നമ്മുടെ നേരെ മെക്കിട്ട് കയറുക, ചുമ്മാ ആവശ്യമില്ലാത്തതൊക്കെ നമ്മളെ കയറി വിളിച്ചിട്ട് പോയി. അപ്പോൾ നമുക്കിത് മനസ്സിലാവുന്നില്ല, എന്നാ ഇപ്പം സംഭവിച്ചേ, തന്നെ ഇവിടെ സംഭവിച്ചേ. അപ്പോൾ നമ്മൾ ഇരയായി, അവൻ കുറ്റക്കാരനുമായി. അപ്പോൾ നമ്മൾ ഈ ബാക്ക്വേർഡ് അടിക്കണം. നമ്മളിങ്ങനെ പണ്ട് CD കാണുമ്പോഴേക്കും ഫോർവേഡും ബാക്ക്വേർഡും അടിക്കത്തില്ലേ? ബാക്ക് അടിക്കുമ്പോൾ മനസ്സിലാകും ഇവൻ കുറച്ച് മുമ്പ് വേറെ ആരുടെയോ കുറ്റത്തിൻ്റെ ഇരയായിട്ട് നിൽക്കുക. ഇവൻ കുറച്ച് മുമ്പ് വേറെ എന്തോ സാഹചര്യത്തിൻ്റെ, വേറെ ഏതോ വ്യക്തിയുടെ ഇരയായിട്ട് നിൽക്കുക. ആ ഇരയായവൻ ഇപ്പോൾ കുറ്റവാളിയായപ്പോൾ ഞാൻ ഇരയായി. ഇനി ഞാൻ ഈ ഇരയാണെന്നുള്ള ഫീല് കൊണ്ടു നടന്നാൽ വേറെ ആരുടെയോ ഞാൻ മെക്കിട്ട് കയറും കുറച്ച് കഴിയുമ്പോൾ. അതുകൊണ്ട് ഇതിവിടം കൊണ്ട് നിർത്തണം. അതാണ് ഈശോ കുരിശിൽ ആ വെറുപ്പിനെ അവൻ കബറടക്കിയത്. കുരിശിൽ അവൻ മരിക്കുന്നതിന് മുമ്പ്, കുരിശിൽ അവൻ മിഴിപൂട്ടുന്നതിന് മുമ്പ് അവൻ ചെയ്തത് വെറുപ്പിനെ, വിദ്വേഷത്തെ കബറടക്കിയിട്ടാണ് അവൻ മിഴിപൂട്ടിയത്. നമ്മൾ ഓർത്തേക്കണേ, ഉള്ളിലെ പകയെയും വിദ്വേഷത്തിനെയും വെറുപ്പിനെയും കബറടക്കണം. അതിനെ നമ്മളായിട്ട് നമ്മുടെ നേരം കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് അതിനെ അങ്ങ് അവസാനിപ്പിച്ചു. ഇനിയില്ല, ഇനി പകയില്ല, ഇനി ഈ പക സ്പ്രെഡ് ചെയ്യാൻ, ഇനിയും ഈ ചങ്ങല കണ്ണി ചേർന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് തീരുമാനം എടുക്കണം. ഈ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോയുടെ അത് പ്രാർത്ഥനയായിരുന്നു. ഈശോ ഇവരോട് ഞാൻ ക്ഷമിച്ചു കേട്ടോ, പോട്ടെ, അയ്യോ മക്കളെ സാരമില്ല എന്ന് പറയുക പോലും അല്ല. ഈശോയുടെ ദ മോസ്റ്റ് അൺസെൽഫിഷ് പ്രയർ എവർ അട്ടേർഡ് ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ മുഴങ്ങിയതിൽ വെച്ച് ഏറ്റവും നിസ്വാർത്ഥമായ പ്രാർത്ഥനയായിരുന്നു അത്. അതിലും നിസ്വാർത്ഥമായൊരു പ്രാർത്ഥന ചരിത്രത്തിൽ മുഴങ്ങിയിട്ടില്ല. എന്താ കാര്യം? കുരിശേൽ ഈ 3 ആണുകളിൽ തൂങ്ങിക്കിടന്ന ഉടല് കീറിയെടുക്കുന്ന വേദനയിൽ ചോര വാർന്നൊഴുകുന്ന നേരത്ത്
നിശ്ചയമായും അവൻ അവൻ്റെ അപ്പനോട് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാ അവകാശവുമുണ്ട്. പക്ഷെ ആ നേരത്ത് പോലും അവൻ തനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ചൊല്ലി സ്വാർത്ഥനായില്ല. മറിച്ച് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ സാധുക്കളോട് കർത്താവേ, അപ്പാ, കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും നിസ്വാർത്ഥമായ പ്രാർത്ഥന അവൻ ഉച്ചരിക്കുകയായിരുന്നു. പിതാവേ, ഇവരോട് പൊറുക്കണേ, ഇവർ ചെയ്യുന്നെന്തെന്ന് ഇവരറിയുന്നില്ല. അതുമാത്രമല്ല ഈ വാക്യത്തിൻ്റെ പ്രത്യേകത ഇനിയുമുണ്ട്. അവൻ മുമ്പേ പഠിപ്പിച്ച ഒരു കാര്യത്തെ അവൻ പ്രാക്ടിക്കലാക്കുകയായിരുന്നു. തിയറി ക്ലാസ് നേരത്തെ കൊടുത്തു, അതിനെ പ്രാക്ടിക്കൽ സൈഡ് കാണിച്ചു കൊടുത്തു. എന്തായിരുന്നു തിയറി ക്ലാസ്? നീ ബലിയർപ്പിക്കുമ്പോൾ നിന്നോട്, നിനക്കാരോടെങ്കിലും അല്ല, നിന്നോട് ആർക്കെങ്കിലും വിദ്വേഷമുണ്ടെന്നിരിക്കെ ബലിവസ്തുക്കൾ അവിടെ വെച്ചിട്ട് പോയി അവനുമായി രമ്യപ്പെടുക, എന്നിട്ട് വന്ന് ബലിയർപ്പിക്കുക. എന്നാലേ ബലി സ്വീകാര്യമാകൂ. ഈശോയ്ക്കറിയാം, ഇത് ലോകരക്ഷയ്ക്ക് വേണ്ടി, ലോകപാപങ്ങളുടെ പരിഹാരമായി ഞാൻ അർപ്പിക്കുന്ന ഏറ്റവും ഉന്നതമായ ഉദാത്തമായ ബലിയാണ്. ഈ ബലി സ്വീകാര്യമാകണമെങ്കിൽ തന്നോട് ഇത്തിരി പോന്ന വെറുപ്പോ പകയോ വിദ്വേഷമോ കാരണമില്ലാതെ തലക്കെറ്റിരിക്കുന്ന ഇതുങ്ങളോട് ക്ഷമിച്ചിട്ട് മിഴി പൂട്ടിയാലേ എൻ്റെ ബലി പൂർണ്ണമാകൂ എന്നറിഞ്ഞ് മുമ്പ് പഠിപ്പിച്ച പാഠത്തെ അവൻ ജീവിതം കൊണ്ട് പൂർത്തിയാക്കിയതാണ്. പിതാവേ, ഇവരോട് ക്ഷമിക്കണേ. ആ ക്ഷമ കൊടുത്തിട്ട് എനിക്ക് ബലിയർപ്പിക്കണം, എന്നാലേ എൻ്റെ ബലി പൂർണ്ണമാവുകയുള്ളൂ. കർത്താവ് ബലിയർപ്പിച്ചത് അങ്ങനെയാണെങ്കിലേ നമ്മൾ ഈ അർപ്പിക്കുന്ന കുർബാനയൊക്കെ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുമോ? സീറോ മലബാർ കുർബാനയിൽ നമ്മൾ പാടി തുടങ്ങുന്ന പല ഈണത്തിൽ, എറണാകുളം, കാഞ്ഞിരപ്പള്ളി, പാലാ, ചങ്ങനാശ്ശേരി എന്നൊക്കെ പറഞ്ഞ് ഓരോ ട്യൂണിലും മാറിയും തിരിഞ്ഞുമൊക്കെ നമ്മൾ പാടുന്ന ആ പാട്ടിൻ്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കുക. താളം മാത്രം നോക്കാതെ അതിൻ്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കുക. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കാം, രമ്യപ്പെട്ടിട്ട് അനുരഞ്ജിതരായി തീർന്നിട്ട് ഒരു പുതിയ ബലിപീഠം ഒരുക്കിയിട്ട് നമുക്ക് ഈ ബലി അർപ്പിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ആ കുർബാന അർപ്പിക്കാൻ വരുമ്പോഴും പകയും വിദ്വേഷവും ഉണ്ടെങ്കിലോ, ഇനി ക്ഷമിക്കാൻ ബാക്കിയുണ്ടെങ്കിലോ, എന്ത് ഈഗോയുടെ പേരിൽ നമ്മൾ നിൽക്കുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവ് തമ്പുരാൻ എങ്ങനെ കഴിയുമായിരുന്നു വിട്ടുകൊടുക്കാൻ, പോട്ടെന്ന് വെക്കാൻ, ക്ഷമിക്കാൻ? അവൻ പഠിപ്പിച്ച പാഠത്തെ കുർബാനയിലും തോപ്പിച്ച് കളയരുത്. നിരുപാധികം ക്ഷമിക്കാനുള്ള കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവജനമേ, അത് കുരിശു പഠിപ്പിക്കുന്ന പാഠമാണ്. കുരിശേറിയവൻ മിഴിപൂട്ടുന്നതിന് മുമ്പ് അപ്പൻ പറഞ്ഞു തന്ന പാഠമാണ്. അപ്പനോട് സ്നേഹമുള്ള മക്കള് അപ്പൻ്റെ നല്ല കാലത്ത് പറഞ്ഞത് മറന്നുപോയാലും അപ്പൻ മരണക്കിടക്കയിൽ പറഞ്ഞത് എങ്ങനെ മറക്കാൻ പറ്റും? ഇത് നമ്മുടെ അപ്പൻ മരണക്കിടക്കയിൽ കടന്ന് പഠിപ്പിച്ച പാഠമാണ്. ക്ഷമിച്ചേക്കണേ, ഞാൻ ക്ഷമിച്ചു, അതുപോലെ ക്ഷമിച്ചേക്കണേ എന്ന്. മരണക്കിടക്കയിൽ അപ്പം പറഞ്ഞതിന് പോലും പുല്ലുവില കൊടുക്കുന്ന മക്കൾക്ക് ഇനി മക്കളെന്ന് വിളിക്കപ്പെടാൻ അവകാശമുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. നമ്മൾ പരസ്പരം ക്ഷമിക്കാൻ നമുക്ക് പറ്റണം. ഇന്നത്തെ ഹോംവർക്ക് കാരുണ്യ വഴി കേൾക്കുന്ന എല്ലാ വീട്ടിൽ നിന്നും, എല്ലാ വ്യക്തികളിൽ നിന്നും മിനിമം ഒരു ഫോൺ കോളെങ്കിലും പോട്ടെ. ഒരു ഫോൺ കോൾ, രമ്യപ്പെടാനുള്ള ഒരു ഫോൺ കോൾ ഇന്ന് പോകണം. ചിലപ്പോൾ നമ്മളോട് ദ്രോഹം ചെയ്തവരോട് മഞ്ഞുരുകട്ടെ, ഒരു ബന്ധം ഇന്ന് തിരിച്ചു കിട്ടട്ടെ. പ്രാർത്ഥന മാത്രം പോരാ, പ്രാർത്ഥന എളുപ്പമാണ്. കർത്താവേ അവരോട് ക്ഷമിച്ചേക്കണേ, അത് മാത്രം പോരാ. അത് കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ കറക്റ്റാണ്, നമ്മളത് കുറച്ചുകൂടെ പ്രാക്ടിക്കലാക്കണം. ഒരു ഫോൺ കോൾ. അതെ, എനിക്കൊരല്പം ഇഷ്ടക്കേടൊക്കെ വന്നു പോയായിരുന്നു കേട്ടോ, കുറച്ച് കാലമായിട്ട് എൻ്റെ അകലെ വിട്ടത് അതുകൊണ്ടൊക്കെയാണ്. എന്നോട് ക്ഷമിക്ക്, നമുക്ക് രമ്യപ്പെടാം. ഞാൻ അന്ന് പറഞ്ഞ ആ വാക്ക് സങ്കടപ്പെടുത്തുന്ന എനിക്കറിയാം. അന്നങ്ങനെ നിലപാടെടുത്തത് എനിക്കെന്തോ അങ്ങനെ പറ്റിപ്പോയി, പല സാഹചര്യങ്ങളായിരുന്നു, പറ്റിപ്പോയി. എനിക്കറിയാം എൻ്റെ തെറ്റാണ്, ന്യായീകരിക്കുകയല്ല, തെറ്റിപ്പോയി. ക്ഷമിക്ക്, നമുക്ക് വീണ്ടും കൂട്ടുകൂടാം, നമുക്ക് വീണ്ടും രമ്യപ്പെടാം. അത് ജീവിത പങ്കാളികൾ തമ്മിൽ, കൂടപ്പിറപ്പുകൾ തമ്മിൽ, സുഹൃത്തുക്കൾ തമ്മിൽ രമ്യപ്പെടലിൻ്റെ 100-200 പേരോട് ക്ഷമിക്കാനില്ലേ? അത്ര അവിടെ ഇരിക്കട്ടെ. ഒരൊറ്റ ഫോൺ കോള്. കാരുണ്യ വഴി ശുശ്രൂഷ നല്ലതാണ്, മെച്ചമാണെന്ന് പറയുന്നവർ അതെത്ര മെച്ചമാണെന്ന് തെളിയിക്ക്. ഒരൊറ്റ ഫോൺ കോൾ, രമ്യപ്പെടലിൻ്റെ ഒരു ഫോൺ കോൾ ഇന്ന് ഇത് കൂടുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും, എല്ലാ കുടുംബങ്ങളിൽ നിന്നും പോട്ടെ. ആ തീരുമാനമെടുത്ത് നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈശോയെ ആരാധിക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. നമ്മളോട് ദ്രോഹം ചെയ്തവരോടും നമ്മൾ ദ്രോഹിച്ചവരോടും ഇന്ന് തന്നെ രമ്യതപ്പെടുക.
കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റും താരാട്ടു പാടും, മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ട് പാടും, മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. എൻ്റെ പാപങ്ങൾ നീക്കിടുന്ന സ്നേഹം, എൻ്റെ ഭാരങ്ങൾ താങ്ങിടുന്ന സ്നേഹം, എന്റെ പാപങ്ങൾ നീക്കിടുന്ന സ്നേഹം, എന്റെ ഭാരങ്ങൾ താങ്ങിടുന്ന സ്നേഹം, എൻ്റെ ആത്മാവിലാമോദമേകി എന്നെ മാറോടു ചേർക്കുന്ന സ്നേഹം, എന്റെ ആത്മാവിലാമോദമേകി എന്നെ മാറോടു ചേർക്കുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ നാഥ, നിനക്ക് ആരാധന. ഈശോയെ, കാരുണ്യവഴി ശുശ്രൂഷയുടെ 23-ാം നാൾ തിരുമുമ്പാകെ പ്രാർത്ഥനയോടെ നിൽക്കുന്ന നിന്റെ ജനത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ, ഇന്ന് ഞങ്ങൾ കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് പീഠാനുഭവ രംഗങ്ങളിൽ ഞങ്ങൾ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാഴ്ചയും കേൾവിയും, കുരിശിൽ ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന വേദനയുടെ പാരമ്യത്തിൽ കിടന്നുകൊണ്ട് നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. ചരിത്രത്തിൽ കേട്ടതിൽ വെച്ച് ഏറ്റവും നിസ്വാർത്ഥമായ പ്രാർത്ഥന. നിനക്കു വേണ്ടി നിനക്ക് പ്രാർത്ഥിക്കാൻ എല്ലാ അവകാശവുമുള്ള വേദനയുടെ കാഠിന്യത്തിൻ്റെ നേരത്ത് നിന്റെ നോട്ടം അപ്പോഴും പോയത് നിന്റെ പീഡകരുടെ അജ്ഞതയിലേക്ക്, അറിവില്ലായ്മ കൊണ്ട് അവർ ചെയ്തു പോകുന്ന തെറ്റിനെ കനിവോടെ നോക്കുന്ന കർത്താവേ, ആ നിസ്വാർത്ഥമായ പ്രാർത്ഥന ഞങ്ങളെയും പ്രചോദിപ്പിക്കട്ടെ. കലഹിക്കാനും കുറ്റം പറയാനും ആക്രോശിക്കാനുമൊക്കെ നിന്റെ ഭാഗത്ത് ന്യായമുണ്ടായിരുന്നു. ഒരു ചെറുതെറ്റുപോലും ചെയ്യാത്ത നിന്നെയാണ് പാടുപീഠകൾക്ക് അവർ വിധേയപ്പെടുത്തിയത്. എന്നിട്ടും നീ കരുണയോടെ അവരെ നോക്കി. ഈശോയെ, ഞങ്ങളോട്
ഒരു കാര്യവുമില്ലാതെ ദ്രോഹം ചെയ്യുന്നവരോട് ക്ഷമിക്കുന്നതിന് മുമ്പേ ഒരല്പം സഹതാപത്തോടെ അലിവോടെ ഞങ്ങൾ അവരെ നോക്കട്ടെ. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയും, ഞങ്ങൾ കേട്ടതുപോലെ അവരും ഇതിനു മുമ്പ് മറ്റാരുടെയോ ക്രൂരതകൾക്ക് ഇരയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ കുറ്റവാളിയായിട്ട് മാറുന്നത്. മുമ്പേ അവർ ഇരയായി കഴിഞ്ഞിരുന്നു. മറ്റുള്ളവരുടെ മേൽ ദ്രോഹം അടിച്ചേൽപ്പിക്കുന്ന, മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ കാണും. അതിനു മുമ്പേ അവരിലേക്ക് ദ്രോഹം അടിച്ചേൽപ്പിച്ച മറ്റാരൊക്കെയോ. കർത്താവേ, ഈ ദ്രോഹത്തിൻ്റെ ചങ്ങല ഞങ്ങൾ കൊണ്ട് അവസാനിക്കണം. നീ കുരിശേൽ പകയുടെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ചങ്ങലയ്ക്ക് അവസാനം കുറിച്ചതുപോലെ, പകയെ വെറുപ്പിനെ കബറടക്കിയതുപോലെ, കർത്താവേ, ഞങ്ങളിലേക്ക് എത്തുന്ന ദ്രോഹങ്ങളെ ഞങ്ങളിൽ തന്നെ അവസാനിപ്പിച്ച് മറ്റൊരാളിലേക്ക് അത് പോകാതെ, ദ്രോഹം ചെയ്തവരിലേക്ക് പ്രതികാരമായി അത് പോകാതെ ഞങ്ങളിൽ അവസാനിപ്പിക്കാൻ തക്കവിധം കൃപ നിന്റെ കുരിശിൽ നിന്ന് ഞങ്ങൾക്ക് പകർന്നു തരണേ ഈശോയെ. ഒപ്പം ബലി സ്വീകാര്യമാകുവാൻ ഒരു രമ്യത ആവശ്യമാണെന്ന് നീ പണ്ടേ പഠിപ്പിച്ച പാഠത്തെ നീ കുരിശിൽ കാണിച്ചു തരികയായിരുന്നല്ലോ. ഞങ്ങളും തിരിച്ചറിയട്ടെ, ഞങ്ങൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനകൾ, ഞങ്ങൾ ഉയർത്തുന്ന പ്രാർത്ഥനകൾ അർത്ഥവത്തും ഫലദായകവുമാകണമെങ്കിൽ അതിനു മുമ്പേ ഒരു രമ്യപ്പെടൽ അത്യാവശ്യമാണെന്ന്, കലഹത്തിൽ പ്രാർത്ഥിക്കാനോ കുർബാന അർപ്പിക്കാനോ കഴിയില്ലെന്ന് തിരിച്ചറിയാൻ ഈശോയെ നിന്റെ കുരിശിലെ ഈ തിരുവാക്യം ഞങ്ങൾക്ക് തിരിച്ചറിവ് നൽകട്ടെ. കലഹം വെച്ച് സൂക്ഷിച്ചതിനെ ഓർത്ത്, പക വളർത്തിയതിനെ ഓർത്ത്, വെറുപ്പോടെ മറ്റുള്ളവരെ നോക്കിയതിനെ ഓർത്ത്, പ്രതികാരത്തിന് അന്നമൂട്ടിയതിനെ ഓർത്ത് അനുദപിച്ച് ഈശോയുടെ കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകിയൊഴുകി അടിയനിൽ പെരുകേണമേ. സ്നേഹസാഗരമാ സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും
ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ
പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി
പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ.
ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ കാരുണ്യ വഴിയിൽ ഇന്ന് നമ്മളെടുത്ത തീരുമാനം, ഒരാളോടെങ്കിലും, ഒരുപാട് പേരോടുണ്ട് രമ്യപ്പെടാൻ, പൊറുക്കാൻ, ക്ഷമിക്കാൻ, ക്ഷമ ചോദിക്കാൻ. പക്ഷേ ഒരാളോടെങ്കിലും ഒരു ഫോൺ കോൾ, ഒരു കൂടിക്കാഴ്ച, രമ്യപ്പെടലിൻ്റെ മഞ്ഞുരുകുന്ന
ഒരു കൂടിക്കാഴ്ച സാധ്യമാകുവാൻ കർത്താവേ കൃപ തരണമേ എന്ന് യാചിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റും താരാട്ടു പാടും മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണ് ദൈവം.